Hallelujah, hallelujah, hallelujah. Praise you, Jesus. Thank you, Lord. Hallelujah. Praise you, Jesus. Thank you, Lord. Hallelujah. പ്രസാദം തരേണേ ആശായവൻ ദൈവത്തെയും നിന്നിലൂടറിയുന്നു ഞങ്ങൾ അവരുടെ ആത്മാവാം നിന്നിൽ വിശ്വസിച്ചിടും രാമനാകുമങ്ങേക്കും ആയിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് പാടാം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകത്തിനായിട്ട് പാടി പ്രാർത്ഥിക്കാം. സ്രഷ്ടാവാം പാവനാത്മാവേ വരണേ, സൃഷ്ടികളാമിവരിൽ വരണേ, നിന്റെ ദിവ്യ പ്രസാദം തരേണേ. ആശ്വാസദായകൻ നീയേ, വരദാനം നീയേ, തന്റെ ഉറവും തീരാവും ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പും ജീവന്റെ വചസുകൾ നാവിൽ നിത്യം തൂവിത്തരുന്നതും നീയേ.
ഇരുന്ന നേരം ഗീതങ്ങളും പാടും. എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകത്തിനായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കാം. മുഴിയാൽ തൊടുമ്പോൾ ജീവനയെല്ലാം ഒളിക്കും. മണ്ണിൽ ജീവചൈതന്യം തുടിക്കും. വഴികാട്ടിയായി നീ വന്നാൽ ജീവിതഹീനില്ല. ശത്രുവിൻ കണികൾ തകർക്കാം. ഞങ്ങൾ ദൈവത്തെയും പുത്രനെയും നിന്നിലൂടറിയുന്നു ഞങ്ങൾ. അവരുടെ നിന്നിൽ പാരം വിശ്വസിച്ചിടുന്നു ഞങ്ങൾ. പിതാവിനും സുതനും നാമനാലും അങ്ങേക്കും യായിരിക്കട്ടെ എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും ഈ ഉയർപ്പ് ജാഗരണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരെയും ഈ പ്രാർത്ഥനയ്ക്ക് നന്ദി. ഇന്ന് നമുക്ക് ടെക്നിക്കൽ പ്രോബ്ലങ്ങളൊന്നും അധികമില്ലാതെ ഇന്ന് ഞാൻ വിജയിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ പരാജയത്തിൽ നിന്നും ഉയർപ്പിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ഇനി ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് തന്നെ സഹായിച്ചാൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. നമുക്ക് വീണ്ടും ആ ഉയർപ്പ് ജാഗരണത്തിലെ ഗാനം ഒന്ന് പാടി പ്രാർത്ഥിക്കാം. അങ്ങയെ ഞങ്ങൾ
ആനന്ദത്തീരത്താഞ്ഞുയരട്ടെ ഓണത്തിൽ വീണ ദിവ്യകർമ്മങ്ങൾ കാന്തി കന്തളം മണ്ണിനെതൊട്ടേ ദിവ്യമഹോന്നത കാഹളമോടെ എങ്ങും വിജയം വിളംബരം ചെയ്ത് വിണ്ണവരാജന്റെ പേരിയുയർന്നു മണ്ണിനു രക്ഷയുറപ്പായിടട്ടെ. സമൃദ്ധമന്ദിശരത്തിൽ നിന്നെ സന്തുഷ്ടയാകുക ഭൂമി നിത്യന ഭൂവന്റെ തേജസ്സു ചിന്തി ആശയ ഭംഗി കലർന്നു നീങ്ങുന്നേ. ഭൂമിയെ ചൂഴ്ന്നിടും പോരിരുളാകെ മാഞ്ഞുപോയി ദീപ്തിയിലൊന്നൊഴിയാതെ ഇമ്മഹാദീപത്തിൻ മഞ്ജുനിലാവിൽ സമ്മോദം കൊള്ളുക സഭാംബിക മേന്മേൽ. പ്രഭാസുരദീപ്തി പൊഴിക്കെ ദിവ്യസഭാംബിക ഹർഷാരവത്താൽ ആഹ്ലാദത്തൂരിത്തെ മേൽ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സത്തന ദൃശ്യൻ ദൈവവുമാം നിത്യപിതാവിനും അവിടത്തിൽ പുരുഷനേശു ക്രിസ്തുവിനും നിത്യനമസ്തുതി ചെയ്യുക നാം. ഹൃദയം നിറയുമൊരിമ്പമൊടും അകതളിരിൽ നൽ സ്നേഹമൊടും മധുരവചസ്സാൽ വാഴ്ത്തിടുകിൽ ഉചിതവും അപ്പോൾ യുക്തവുമാം. പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും തിരുരക്തത്താൽ വിശ്വാസികളുടെ വീടുകളെ ശുദ്ധീകരണം ചെയ്യുന്ന തിരുനാളിതു താൻ. ഇസ്രായേൽ മക്കളെ ചുറ്റും അരിഭക്തം വിട്ടെഴുന്നേറ്റ് കഴിവോരാക്കിയ രാത്രിയിനെ ായവരെല്ലാം ചെങ്കട തരണം ചെയ്തിടാൻ കാരണമാക്കിയ രാത്രിതുതാൻ മഞ്ജുള കാന്തിയതുമേ. ഒഴിവാക്കി ദൈവവരാമൻ ശുദ്ധിയുമായി ലംഘിക്കും. നിന്നുടെ ദീപ്തിയതാം പാപക്കൂരിരുൾ നീക്കുകയും ചെയ്തൊരുന്നതമാം രാത്രിമതാണീ വേളയിലും അതിന്റെ വിലങ്ങുകളെ തച്ചു തകർത്തു വരം പൊരുളാം ക്രിസ്തു രാത്രിയിലെ ക്രിസ്തുല മോഹനമായതു താൻ. Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെ, ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് എല്ലാവർക്കും ഈ ഭാഗങ്ങൾ നമ്മൾ പാടി പ്രാർത്ഥിക്കണം. അതിൻ്റെ അവസാന ഭാഗം, ഇതിൻ്റെ ശേഷഭാഗം ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് അയച്ചാൽ ഞാൻ നാളെ പ്ലേ ചെയ്യാം. ഇത്രേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അതിനാൽ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടത്തെ
അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. നറുമണം പാറുന്ന യാഗമായിന്നിതു കരുതി നീ കൈക്കൊള്ളാൻ കനിയണമേ. അനുവദിക്കേണമദ്യോവിൻ വിളക്കുമായി മിളിതമാവാനിതിൽ കാന്തിയൊന്നായി. ഇതുമഹിതോജ്വല ശോഭ ചൊരിയട്ടെ. പുലതാരമായതും കണ്ടിടട്ടെ. പാതാളത്തീന്നു മടങ്ങിയ സ്ഥാചലം കാണാതെ മാനവ വംശത്തിന്മേൽ അക്ഷയ ജ്യോതിസായി ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയപുത്രനാം ക്രിസ്തുദേവൻ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്നലെ കേൾക്കാത്തവരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി നാം ആഘോഷിക്കാൻ പോകുന്ന കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ആഘോഷമായ ഉയർപ്പ് ജാഗരണത്തിൻ്റെ കുറിച്ചുള്ള വിശദീകരണമാണ്. ഒരല്പം റിപ്പീറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിതാണ് ആ ഉയർപ്പ് ജാഗരണത്തിലെ പ്രധാന വിഷയം തീ വെഞ്ചിരിപ്പ്, അതിനുശേഷം പെസഹാത്തിരിയുടെ വെഞ്ചിരിപ്പ്. ആ പെസഹാത്തിരിയുടെ വെഞ്ചിരിപ്പിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിച്ച് ഒരുപാട് പേര് ഇടുക്കി തടിച്ച് ഈ ഓൺലൈനിൽ ഉണ്ടാവുന്നു. എനിവേ, ഇതാണ് നമ്മുടെ അവസ്ഥ. പല കാരണങ്ങൾ കൊണ്ട് നമുക്കിതിനൊന്നും സമയം ഉണ്ടാവില്ലായിരിക്കാം. എന്നിരുന്നാലും ഒരാശ്വാസമുണ്ട്, ഓൺലൈനിലുണ്ടല്ലോ, പിന്നെ കേൾക്കാമല്ലോ എന്നുള്ള. ഓക്കെ, ഞാൻ വളരെ ആകാംക്ഷയോടെയാണ്, വളരെ പ്രത്യാശയോടെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. കാരണം ഈ ജാഗരണ പ്രാർത്ഥന യഥാർത്ഥമായൊന്ന് മനസ്സിലാക്കി, ഈ ജാഗരണ ആഘോഷം മനസ്സിലാക്കി ഒന്ന് ആഘോഷിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ശക്തമായ അനുഭവം നമുക്കുണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി വിവരിക്കുകയാണ്. അത് ആവർത്തന വിരസത ഉണ്ടായില്ല, കാരണം അത്രയ്ക്ക് മഹാസംഭവമാണത്. അപ്പോൾ അതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗം ഇതാണ്. ഈ പെസഹാത്തിരി ആശീർവദിക്കുമ്പോൾ അതിൽ ഒരു മൂർച്ചയുള്ള കോലുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് കുരിശിൻ്റെ ആ കുരിശ് വരയ്ക്കുന്നു. മുകളിൽ നിന്ന് താഴോട്ടും പിന്നെ കുറുകയും വരയ്ക്കുന്നു. അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് കുരിശ് വരയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: ക്രിസ്തു ഇന്നലെയും ഇന്നും. പിന്നെ കുറുകെ വരയ്ക്കുമ്പോൾ ആദിയും അന്തവും. പിന്നെ മുകളിൽ എഴുതുമ്പോൾ ആൽഫായും, താഴെ എഴുതുമ്പോൾ ഒമേഗായും. തുടർന്ന് 4 അക്കങ്ങൾ 2025 എന്ന് എഴുതുന്നത് ഈ കുരിശിന്റെ 4 കോണുകളിൽ എഴുതുമ്പോൾ ഈ സത്യം പ്രഖ്യാപിക്കുന്നു. ആദ്യത്തേത് 2, അവിടത്തേതാണ് കാലങ്ങളും 2000.
യുഗങ്ങളും 25:2 അവിടത്തേക്ക് മഹിമയും ആധിപത്യവും അവസാനം എന്നും എന്നേക്കും ആമേൻ. ശരിയുള്ളവരെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെളിപാട് പുസ്തകത്തിൽ 1-ാം അധ്യായം 8-ാമത്തെ വചനം പറയുന്നു, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. ഇത് ഈശോ മിശിഹായ തന്നെയാണത് പറയുന്നത്. അപ്പോൾ ആയിരുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും ഒരാൾ തന്നെയാണ്. നമ്മളെപ്പോഴും നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. എന്നാൽ നാളെ വാസ്തവത്തിൽ ഇന്നലെയും ഇന്നും തന്നെയാണ്. ഇന്നലെ പരിപാലിച്ചവൻ തന്നെ നാളേക്ക് വേണ്ടതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. അതാണ് ദൈവപരിപാലന എന്നതിൻ്റെ അർത്ഥം. ദൈവപരിപാലന എന്നതിൻ്റെ അർത്ഥം നാളേക്കുള്ളത് ഇന്നലെ തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് വിശ്വസിച്ചേ. സങ്കീർത്തനം 90 നമ്മൾ പാടാറുണ്ട്, അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. പർവ്വതങ്ങൾക്ക് രൂപം നൽകും മുൻപ് ഭൂമിയും ലോകവും സൃഷ്ടിക്കുന്നതിന് മുൻപ് അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. ആ ദൈവമാണ് സകലത്തിൻ്റെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയം വരിച്ചുകൊണ്ട് ഈ ഉയർപ്പ് തിരുനാൾ ദിവസം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ഓരോരുത്തരിലും വസിക്കുന്നത്. നമ്മൾ കാറ്റഗിസം പഠിക്കുന്നവരായതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാറ്റഗിസ ഭാഗം ഞാൻ ഉദ്ധരിക്കുകയാണ്. 426 CCC 426 CCC 426 പറയുന്നത് ഇവിടെ പ്രസക്തമാണ്. അതിതാണ്, മതബോധനത്തിന്റെ അന്തസത്തയിൽ നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്, നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ. പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനശേഷം, കണ്ടോ, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച്, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് കഴിഞ്ഞോ, ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നവനാണ്. ഇതാണ്, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നവനാണ്. ഉള്ളവരെ, അതുകൊണ്ട് ഈ ഒരു ബോധ്യം ഒന്നുകൂടി നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. അപ്പോൾ ഇനി ഞാൻ ഇന്നത്തെ വിഷയം നമ്മുടെ ഈ ഉത്ഥാന മഹോത്സവത്തിലെ രണ്ടാമത്തെ ഭാഗമായ വചന ശുശ്രൂഷയിലേക്കാണ്. വചന പ്രഘോഷണ കർമ്മം രണ്ടാം ഭാഗം. ഈ വചന പ്രഘോഷണത്തിൽ 9 വായനകളാണുള്ളത്. 9 വായനകൾ. അത് എല്ലായിടത്തും അങ്ങനെ വായിക്കണമെന്നില്ല. പ്രത്യേകിച്ച് സാഹചര്യങ്ങൾ കൊണ്ട് ചില സ്ഥലങ്ങളിൽ അത് കുറച്ചാ വായിക്കാറ്.
നമ്മളത് 9 വായനകളും ഇന്ന് മനനം ചെയ്ത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഉൾക്കൊള്ളാം. അതിങ്ങനെയാണ്. എല്ലാ ജാഗരങ്ങളുടെയും അമ്മയായ ഈ ജാഗരത്തിൽ 9 പാഠങ്ങളുണ്ട്. 7 പഴയ നിയമത്തിൽ നിന്നും, 2 ലേഖനവും സുവിശേഷവും പുതിയ നിയമത്തിൽ നിന്നും. പെസഹ ജാഗരത്തിൻ്റെ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ സമയദൈർഘ്യം ആവശ്യപ്പെടുന്നതനുസരിച്ച് കഴിയുമെങ്കിൽ എല്ലാ പാഠങ്ങളും വായിക്കേണ്ടതാണ്. എന്നാലും ഗൗരവമുള്ള അജപാലനാത്മകമായ കാരണങ്ങളുണ്ടെങ്കിൽ പഴയ നിയമത്തിലെ പാഠങ്ങളുടെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. എപ്പോഴും പെസഹ ജാഗരാനുഷ്ഠാനത്തിൻ്റെ പ്രധാന ഭാഗം ദൈവവചന പാരായണമാണെന്നത് വിസ്മരിക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടി വായിക്കാം. അപ്പോഴും പെസഹ ജാഗരാനുഷ്ഠാനത്തിൻ്റെ പ്രധാന ഭാഗം ദൈവവചന പാരായണമാണെന്നത് വിസ്മയിക്കരുത്. പഴയ നിയമത്തിൽ നിന്ന് പഞ്ചഗ്രന്ഥിയിലെയും പ്രവാചക ഗ്രന്ഥങ്ങളിലെയും 3 പാഠകങ്ങളെങ്കിലും വായിക്കേണ്ടതാണ്. അവയ്ക്ക് യോജിച്ച പ്രതിവചന സങ്കീർത്തനങ്ങൾ പാടേണ്ടതുമാണ്. എന്നിരുന്നാലും പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 14-ാം അധ്യായത്തിൽ നിന്നുള്ള വായനയും അതിൻ്റെ പ്രതിവചന സങ്കീർത്തനവും ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ല. പ്രൈസ് ദ ലോർഡ്. ഇനി ജനങ്ങൾ തിരികൾ അണച്ച ശേഷം ഇരിക്കുന്നു. പാഠങ്ങൾ ആരംഭിക്കും മുൻപ് പുരോഹിതൻ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിലോ തത്തുല്യമായ വാക്കുകളിലോ ജനങ്ങളെ ഉപദേശിക്കുന്നു. വാത്സല്യ സഹോദരരെ, ആഘോഷപൂർവമായ ജാഗരാനുഷ്ഠാനം ആരംഭിച്ചു കഴിഞ്ഞുവല്ലോ. നമുക്ക് സശബ്ദം ദൈവവചനം ശ്രവിക്കാം. ദൈവം എപ്രകാരമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ സ്വന്തം ജനത്തെ രക്ഷിച്ചതെന്നും കാലത്തിൻ്റെ തികവിൽ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി രക്ഷകനായി അയച്ചതെന്നും നമുക്ക് ധ്യാനിക്കാം. പരിത്രാണത്തിൻ്റെ നിറവിനായി രക്ഷയുടെ ഈ പെസഹാനുഷ്ഠാനം നമ്മുടെ ദൈവം പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തരം പാഠകങ്ങൾ ആരംഭിക്കുന്നു. വചനപീഠത്തിൽ ചെന്ന് പാഠകം പ്രഘോഷിക്കുന്നു. തുടർന്ന് സങ്കീർത്തകൻ അഥവാ ഗായകൻ സങ്കീർത്തനം പാടുകയോ ചൊല്ലുകയോ ചെയ്യുന്നു. ജനങ്ങൾ പ്രതിവചനം ഉച്ചരിക്കുന്നു. തുടർന്ന് എല്ലാവരും എഴുന്നേൽക്കുന്നു. തത്സമയം പുരോഹിതൻ പറയുന്നു, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കുറച്ചു സമയം നിശബ്ദമായി പ്രാർത്ഥിച്ച ശേഷം പുരോഹിതൻ വായനയ്ക്കനുയുക്തമായ പ്രാർത്ഥന ചൊല്ലുന്നു. പ്രതിവചന സങ്കീർത്തനത്തിന് പകരം കുറച്ചു നേരം ധ്യാനിച്ചാലും മതി. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ശേഷം മൗനം ആവശ്യമില്ല. വായനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ. 1-ാം പാഠകത്തിന് ശേഷം ലോക സൃഷ്ടി, ഉൽപ്പത്തി 1:1-2 അഥവാ 1-ാം അധ്യായം 1:26-31, സങ്കീർത്തനം 103 അഥവാ 32 ഇതൊക്കെയാണ് വായനകൾ. അത് ഞാനിവിടെ വായിക്കാൻ പോവുകയാണ്. വായിക്കട്ടെ? വായിക്കണോ വേണ്ടയോ? അപ്പം ഉൽപ്പത്തി നമുക്ക് വായിക്കാം.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി, ഒരു മിനിറ്റ്, ഞാനതൊന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഉൽപ്പത്തി 1-ാം അധ്യായം ആരംഭം മുതൽ 1 മുതൽ 2-ാം അധ്യായം 2-ാം വാക്യം വരെയാണ്. ഉൽപ്പത്തി 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം 2-ാം വാക്യം വരെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്കെല്ലാവർക്കും വളരെ ശ്രദ്ധയോടെ ഇത് കേൾക്കാം. ഇത് ഈ ഈസ്റ്റർ ലിറ്റർജിയുടെ അല്ലെങ്കിൽ ജാഗരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആ അർത്ഥത്തിൽ നമ്മളിത് കേൾക്കാം. ഈ പ്രകാശത്തിൻ്റെ ആരംഭമാണത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വിളക്ക് തിരി കൊളുത്തി വയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മൾ ഈ ഈസ്റ്റർ ജാഗരണത്തിൽ കാണുന്ന ആ തീയുടെ ആരംഭം. ലൂമൻ ക്രിസ്റ്റി, ക്രിസ്തുവിൻ ജ്യോതി. ഇത് അന്ന് ആരംഭിച്ചതാണ്. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. കണ്ടോ, ഒരു വേർതിരിക്കലിൻ്റെ കഥയാണത്. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, 1-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ. അത് ജലത്തെ 2ആയി തിരിക്കട്ടെ. കണ്ടോ, വീണ്ടും തിരിക്കലാണ്, വിഭജിക്കൽ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, 2-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കണ്ടോ, ദൈവം അരുളി ചെയ്യുമ്പോൾ അത് സംഭവിക്കുന്നത് കാണും.
അതാണ് പ്രവചനത്തിൻ്റെ പ്രത്യേകത. പ്രവചനം തന്നെയാണത്. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളിച്ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുകൾ ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കാക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. എന്തുകൊണ്ട് മുളപ്പിച്ചു? ദൈവം അരുളി ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 3-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങൾ ആയിരിക്കട്ടെ. കണ്ടോ? അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 4-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരമായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി, പ്രഭാതമായി, 5-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാം ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിന്റെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു,
ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുകൾ ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്ക്, ആകാശത്തിലെ എല്ലാ പറവകൾക്കും, ഇഴജന്തുക്കൾക്കും, ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തന്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ചു. 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. ഒന്നാം വായന അവസാനിച്ചു. തുടർന്ന് സങ്കീർത്തനം 103-ാം സങ്കീർത്തനമാണ്. സങ്കീർത്തനം അല്ലെങ്കിൽ 32-ാം സങ്കീർത്തനം. നമുക്ക് 103-ാം സങ്കീർത്തനത്തിലെ കുറച്ച് ഭാഗങ്ങൾ പാടാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. എൻ്റെ അടുത്ത് 103-ാം സങ്കീർത്തനം ഇങ്ങനെയാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമെന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. 103:4 അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുന്നില്ല. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്നും അകറ്റി നിർത്തി. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. മനുഷ്യന്റെ ജീവിതം പുല്ലുപോലെയാണ്. വയലിലെ പുല്ലുപോലെ അത് വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ്. പ്രൈസ് ദ ലോർഡ്. കണ്ടോ,
എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ്. കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ വേദവായനയും സങ്കീർത്തനവും കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ എല്ലാ കരവേലകളുടെയും ക്രമത്തിൽ അങ്ങ് എത്രയോ വിസ്മയനീയൻ. കാലത്തിൻ്റെ തികവിൽ ഞങ്ങളുടെ പെസഹായായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടതൊഴികെ ആരംഭത്തിലുള്ള ലോക സൃഷ്ടിയേക്കാൾ മഹത്തരം മറ്റൊന്നില്ല എന്ന് അങ്ങേ വീണ്ടെടുക്കപ്പെട്ടവർ ഗ്രഹിക്കുമാറാകട്ടെ എന്നെന്നും. ആമേൻ. ഇത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാ കരവേലകളുടെയും ക്രമത്തിൽ അങ്ങ് എത്രയോ വിസ്മയനീയൻ. കാലത്തിൻ്റെ തികവിൽ ഞങ്ങളുടെ പെസഹായായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടതൊഴികെ ആരംഭത്തിലുള്ള ലോക സൃഷ്ടിയേക്കാൾ മഹത്തരം മറ്റൊന്നില്ല. മനസ്സിലായോ? അപ്പോൾ ആരംഭത്തിലുള്ള ലോക സൃഷ്ടിയേക്കാൾ മഹത്തരമായ ഏറ്റവും വലിയ കാര്യം എന്താണ്? പെസഹ ബലിയർപ്പണവും ഉയർപ്പും. മറ്റൊന്നില്ല എന്ന് അങ്ങേ വീണ്ടെടുക്കപ്പെട്ടവർ ഗ്രഹിക്കുമാറാകട്ടെ എന്നേക്കും. ആമേൻ, ആമേൻ. തുടർന്ന്, ദൈവമേ, അങ്ങ് മനുഷ്യനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അതിലേറെ വിസ്മയനീയമായി അവനെ രക്ഷിച്ചു. മനസ്സിന്റെ വിവേചന ശക്തിയാൽ പാപവശീകരണങ്ങൾ ചെറുത്തു നിൽക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നിത്യാനന്ദത്തിൽ എത്തിച്ചേരാൻ അർഹരാകുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. ആമേൻ. ഇനി രണ്ടാം പാഠകത്തിന് ശേഷം, രണ്ടാം പാഠകം അബ്രാഹത്തിന്റെ ബലിയാണ്. ഉൽപ്പത്തി 22 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അതിനുശേഷം സങ്കീർത്തനം 15. ഉൽപ്പത്തി 22 1 മുതൽ 18 വരെ അബ്രാഹത്തിന്റെ ബലി. പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹാം, അബ്രാഹാം, അബ്രാഹാം അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ പ്രദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്കുള്ള വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ദിവസം, ആ 3 ദിവസം ഈശോയുടെ പീഡാനുഭവ ഉത്ഥാനത്തിൻ്റെയും ഒരു മുന്നോടിയാണെന്ന് നമുക്ക് ചിന്തിക്കാം.
മൂന്നാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കണ്ടോ, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. പ്രൈസ് ദ ലോർഡ്. അബ്രാഹാമിന് അപ്പോൾ തന്നെ വിശ്വാസമുണ്ടായിരുന്നു. കർത്താവ് അബ്രാഹത്തിനോട് അരുളി ചെയ്ത ഉടമ്പടി നിറവേറ്റാൻ വേണ്ടി ഈ മകനെ ഞാൻ ബലി അർപ്പിച്ചാലും അവനെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. അതാണ് എബ്രായ ലേഖനം 11:19 പറയുന്നത്. എബ്രായർ 11:19. അപ്പൊ അവിടെ തന്നെ ഉയർപ്പിന്റെ വലിയ തരംഗം നമുക്ക് കാണാം. അബ്രാഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? നമ്മുടെ ദൈവം മരണത്തിന് അതീതനാണ്. നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവം പൂർത്തിയാക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. എല്ലാവരും ഏറ്റുപറഞ്ഞേ. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാമെന്ന്. കണ്ടോ, മകനെ കഴുത്തറത്ത് ബലിയർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ പറയുകയാണ്, ഇല്ല, ഞാൻ അവനെയും കൊണ്ട് തിരിച്ചു വരും, അവനെയും കൊണ്ട് തിരിച്ചു വരും. കാരണം എന്റെ കർത്താവ് എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും എന്നോട് വാഗ്ദാനം ചെയ്ത കർത്താവ് ഇപ്പോൾ ആ മകനെ അറുത്ത് ബലിയർപ്പിക്കാൻ പറയുകയാണ്. ഞാനത് ചെയ്യും, ഞാനത് അനുസരിക്കും. ആദം അനുസരിക്കാതിരുന്നുവെങ്കിൽ അബ്രാഹാം അതനുസരിക്കും. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവത്തിന് മരിച്ചവനെ പോലും ഉയർപ്പിക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രാഹത്തിന് ഈ വിശ്വാസം ദൈവം തന്നെയാണ് കൊടുത്തത്. ആ വിശ്വാസമാണ് ക്രിസ്തു വിശ്വാസികൾക്കുള്ളത്. അബ്രാഹത്തിന്റെ ഈ വിശ്വാസം ഇങ്ങനെയാണെങ്കിലും ഫരിസേയരും നിയമജ്ഞരും പ്രത്യേകിച്ച് സദ്ദുക്കായർ ഉയർപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. മനസ്സിലാക്കണം. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്നുമുള്ള പ്രശ്നം, നമുക്ക് ഇഷ്ടമുള്ള കുറേ വചനങ്ങൾ വായിക്കണം, അത് പഠിക്കണം, നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി. എന്നാൽ ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ സത്ത നമ്മൾ പഠിക്കുന്നില്ല. റോമാക്കാർക്ക് ഇത് ലേഖനം 10-ാം അധ്യായത്തിൽ 1, 2, 3 വചനം പറയുന്നത്, അവർക്ക് തീഷ്ണതയുണ്ട്. എബ്രായരെ കുറിച്ച്, യഹൂദരെ കുറിച്ച് അവർക്ക് തീഷ്ണതയുണ്ട്. എന്നാൽ അത് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. നമ്മുടെയും പ്രശ്നം അതാണ്. നമുക്ക് തീഷ്ണതയുണ്ടാകാം, എന്നാൽ അത് ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലേ നമ്മുടെ വിശ്വാസത്തിന് കഴമ്പുള്ളൂ. അപ്പോൾ ഇവിടെ അബ്രാഹാം പറയുകയാണ്, വേലക്കാരോട് പറയുന്നത് ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുപറയാം. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുവിൻ, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. ആരൊക്കെ തിരിച്ചു വരും എന്നാണ് ഇവിടെ പറയുന്നത്? ഞാനും മകനും തിരിച്ചു വരും. ഇതാണ് നമുക്കുണ്ടാകേണ്ട പ്രതീക്ഷ, നമുക്കുണ്ടാകേണ്ട വിശ്വാസം.
ഞാനും മകനും തിരിച്ചു വരും. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുന്നോട്ട് നടന്നു. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ. എന്താ മോനെ? അവൻ വിളിച്ചു. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകും ഉണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? കണ്ടോ, അബ്രാഹത്തിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ് കർത്താവ്. തീയും വിറകും ഉണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞിനെ കർത്താവ് തന്നെ തരും. ബലിക്കുള്ള കുഞ്ഞാടിന് ദൈവം തന്നെ തരും. പ്രൈസ് ദ ലോർഡ്. അതാണ്, ദൈവം തന്നെ എല്ലാം നമുക്ക് തരും. അവരൊന്നിച്ച് മുന്നോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവർക്കൊരു ബലിപീഠം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതനാകാശത്ത് നിന്ന് ഏബ്രഹാം, ഏബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനൊന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്നൊരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹ്വേ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുമെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതനാകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, ഏബ്രഹാം, ഏബ്രഹാം. കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലെ എനിക്ക് തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗരകവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. കണ്ടോ, നിന്റെ സന്തതികൾ, എല്ലാ വിശ്വാസികളും, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. 22:17 ശത്രുവിന്റെ നഗരകവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. ഡെലിവറൻസ്. പിശാചിന്റെ മേലും ശത്രുവിന്റെ മേലും ആധിപത്യം ഓരോ വിശ്വാസികൾക്കും കൊടുത്തിരിക്കുന്നു. അന്നേ തന്നെ കർത്താവ് അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനത്തിൽ തന്നെ, നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി എന്ന് പറയുന്നത് ഈശോ മിശിഹായെ കുറിച്ചാണ്. സന്തതികൾ എന്നല്ല അവിടെ പറയുന്നത്. നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാം എഴുന്നേറ്റ് തന്റെ വേലക്കാരോട് അടുത്തേക്ക് ചെന്ന് അവരൊന്നിച്ച് ബേർശബായിലേക്ക് തിരിച്ചുപോയി. അബ്രഹാം ബേർശബായിൽ പാർത്തു. Praise the Lord. അപ്പോൾ ഇതാണ് ഈശോയുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും ഈശോയുടെ ആഗമനത്തെക്കുറിച്ചും ഈശോയിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും എല്ലാമുള്ള പ്രവചനവും
ആ ബലിയുടെ മുന്നോടിയും ഇവിടെ ആരംഭിച്ചു. ആ ഉയർപ്പും ഇവിടെ ആരംഭിച്ചു. ഇനി സങ്കീർത്തനം 15 സങ്കീർത്തനം 15, പ്രതിവചന സങ്കീർത്തനം 15. നീതിയുടെ മാനദണ്ഡം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും? നിഷ്കളങ്കരായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ച് പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ. കണ്ടോ, നഷ്ടം സഹിച്ച് പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. ഓക്കെ, തുടർന്ന് പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ പരമപിതാവായ ദൈവമേ, ലോകമെങ്ങും ദത്തെടുപ്പിന്റെ കൃപ ചൊരിഞ്ഞ് അങ്ങേ വാഗ്ദാനത്തിന്റെ മക്കളെ വർദ്ധിപ്പിക്കുകയും പെസഹാ രഹസ്യം വഴി അങ്ങ് വാഗ്ദാനം ചെയ്ത പോലെ അങ്ങേ ദാസനായ അബ്രാഹത്തെ സകല ജനതകളുടെയും പിതാവാക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ തിരഞ്ഞെടുപ്പിന്റെ കൃപയിലേക്ക് യോഗ്യതയോടെ പ്രവേശിക്കാൻ അങ്ങേ ജനത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. ആമേൻ. നമുക്കൊന്ന് സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇത് ഇപ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു അനുഭവം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജാഗരണ ദിവസം അത് സഭയുടെ ഔദ്യോഗികമായ ആരാധനക്രമത്തിൽ നമ്മളിത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകാവുന്ന വലിയ ആനന്ദത്തെ ഇപ്പോഴേ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആശിക്കാം. ഹലബല 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 ഹലബല. തുടർന്ന് 3-ാം പാഠകം, ചെങ്കടലിലൂടെയുള്ള യാത്ര. പുറപ്പാട് 14:15 മുതൽ പുറപ്പാട് 15:1 വരെ. പുറപ്പാട് 14:15 മുതൽ 15:1 വരെ. ഇതാണ് ഈ വായന എന്ത് കാരണവശാലും വിട്ടുകളയരുതെന്ന് പറയുന്നത്. ഈ വായന വളരെ പ്രധാനപ്പെട്ട വായനയാണ്. പുറപ്പാട് 14:15 മുതൽ. നമുക്ക് 14 മുതൽ വേണമെങ്കിൽ വായിക്കാം കേട്ടോ. അത് വളരെ മനോഹരമാണ്. പുറപ്പാട് 14 മുതൽ നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ 13 മുതൽ. പുറപ്പാട് 14:13 മുതൽ. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, പ്രവചനമാണ്. ഇപ്പോ കാണുന്ന ഫറവോയുടെ സൈന്യം ഇവരുടെ പുറകെ വരികയാണ്. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പ്രൈസ് ദ ലോർഡ്. നമുക്കൊന്ന് സ്തുതിക്കാം. ആ വചനത്തെ ഒന്ന് സ്വീകരിക്കും. നമ്മളെല്ലാം ഭയന്ന് വിറച്ച് ജീവിക്കുകയാണ്. കർത്താവിൻ്റെ സ്വരം കേൾക്കുവിൻ.
പ്രവചനങ്ങൾ കേൾക്കുവിൻ, പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിൽ വിശ്വസിക്കുവിൻ. മോശയ്ക്കെതിരെ ഒരു ജനം ഒച്ചപ്പെടുകയാണ്, എന്തിനാണ് ഞങ്ങളെ ഈ ചെങ്കടലിലേക്ക് കൊണ്ടുവന്നത്? ഒരു വശത്ത് ചെങ്കടൽ, മറുവശത്ത് ഫറവോയുടെ സൈന്യം അവരെ പിന്തുടരുന്നു. അപ്പോഴാണ് പറയുന്നത്, ഈ കാണുന്ന ഈജിപ്തുകാരെ നാളെ കാണുകയില്ല. എന്ത് കണ്ടിട്ടാ മോശ ഇത് പറയണത്? മോശ പ്രവചിക്കുകയാണ്. മോശയിലൂടെ കർത്താവാണ് സംസാരിക്കുന്നത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. ഇത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് നമ്മുടെ ഓരോ ദിവസവും ഇത് തന്നെ സ്വീകരിക്കും. ഓരോ ദിവസവും ഒരു യുദ്ധമാണ്. ഓരോ ദിവസവും നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളില്ലവിടന്ന് സുനിശ്ചിതമായ തുണയാണ്. കഷ്ടതകളില്ലവിടന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിന്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളില്ലവിടന്ന് സുനിശ്ചിതമായ തുണയാണ്. കണ്ടോ, ഇവിടെ ഭയാനകമായ ഒരു അവസ്ഥയാണ്. ഒരു വശത്ത് ഫറവോയുടെ സൈന്യം ഇവരെ പുറകെ കൊണ്ടുവരുന്നു, മറുവശത്ത് ചെങ്കടൽ. എങ്ങോട്ടും പോകാനൊരു വഴിയില്ല, വഴി മുട്ടി നിൽക്കുന്നു. അപ്പോൾ മോശ പറയാണ്, ഇന്ന് കണ്ട ഈജിപ്തുകാരെ നാളെ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിനെന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിനെന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന്റെ മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ ഖനനചിത്തരാക്കും. അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവന്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ടു നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റു കൂട്ടരെ സമീപിക്കാനാവാത്ത രാത്രി. അതിനാൽ ഒരു കൂട്ടർക്കും മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. ആ രാത്രി മുഴുവനും കർത്താവ് തന്റെ ജനത്തിന്റെ പിൻപിൽ കാവലിരുന്നു. അതാണ് ജാഗരണം. കർത്താവ് ജാഗരിച്ചു. കർത്താവ് മേഘസ്തംഭമായും, അഗ്നിസ്തംഭമായും തന്റെ ജനത്തിനെ ജാഗരിച്ചു.
മനസ്സിലായോ? അതാണ് ജാഗരണത്തിന്റെ പ്രധാന രഹസ്യം. ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. അവരാരെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ? നമ്മളെ സംരക്ഷിക്കുന്ന കർത്താവ് നമ്മുടെ ചിന്തയ്ക്ക് അതീതമായി നമ്മളെ സംരക്ഷിക്കും. അതിനാൽ ഇരു കൂട്ടർക്കും മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. ആ രാത്രിയുടെ ഓർമ്മയാണ് നമ്മളിവിടെ ഇപ്പോൾ ആഘോഷിക്കുന്ന ഈ രാത്രിയിൽ. മോശ കടലിന് മീതെ കൈനീട്ടി. അതാണ് നമ്മൾ ഈ ഗീതത്തിൽ, ആഹ്ലാദ ഗീതത്തിൽ പാടുന്നുണ്ട്. പൂർവന്മാരാം ഇസ്രായേൽ മക്കളുടെ വിടുവിച്ച് ഈജിപ്തിൽ അടിമത്തം വിട്ടെഴുന്നേൽക്കാൻ കഴിവോരാക്കിയ രാത്രിയുമേൽ കാൽ നനയാതങ്ങവരെല്ലാം ചെങ്കടൽ തരണം ചെയ്തിടാൻ കാരണമാക്കിയ രാവിതുതാൻ മഞ്ജുള കാന്തി എഴുന്നതുമേ. കണ്ടോ? മനസ്സിലായോ? ശക്തനദൃശ്യൻ ദൈവവുമാം നിത്യപിതാവും അവിടത്തെ സ്വൻസുതനേശു ക്രിസ്തുവിനും നിത്യനമസ്തുതി ചെയ്യുക. അപ്പോ ഇത് ഈ ഓർമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇതൊരു കെട്ടുകഥയല്ല. ഇതൊരു നടന്ന സംഭവമാണ്. ഇത് നടന്ന ഒരു സംഭവമാണെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കൂ. ഇതൊരു മിത്തോളജി അല്ല. മോശ കടലിന് മീതെ കൈനീട്ടി. കണ്ടോ? ഇവിടെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് വിശ്വാസം. മോശയോട് പറയാണ്, നീ ആ വടി നീട്ടിടാ, കടൽ ഇപ്പോൾ വിഭജിക്കുമെന്ന് പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് കൈനീട്ടണേ? എന്തടിസ്ഥാനത്തിലാണ് കൈനീട്ടണേ? ദൈവത്തിന് സ്തുതി. മോശ ടാൻതീറ്റയും കോസ്റ്റീറ്റയും മാത്തമാറ്റിക്സും ട്രിഗ്നോമെട്രിയും ഒന്നും പഠിച്ചില്ല. ഭാഗ്യം. നമ്മൾ കുറച്ച് പഠിപ്പ് ആയിപ്പോയി. നമ്മളൊക്കെ കുറെ പഠിച്ചുപോയി. അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാ മോശ കൈ നീട്ടുമ്പോൾ കടൽ വാദിക്കണം? കൈ നീട്ടുമ്പോൾ കടലെങ്ങനെ വിഭജിക്കപ്പെടണേ? ഇങ്ങനെയുള്ള കുസൃതി ചോദ്യങ്ങളാണ് നമ്മുടെ അകത്ത്. എന്നാൽ മോശ കർത്താവ് പറഞ്ഞ ശബ്ദമാണ് മോശയുടെ അകത്ത് മുഴുകുന്നത്. ഇന്ന് നീ കാണുന്ന ഈജിപ്തുകാരെ നാളെ കാണുകയില്ല. നീ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കണേ? നിന്റെ വടി നീട്ടും. ഇപ്പോൾ കടൽ വിഭജിക്കപ്പെടും, കടല് മാറും. എന്തൊരു വിശ്വാസമാണ്! കർത്താവേ, ഞങ്ങൾക്ക് ഈ വിശ്വാസം നൽകണമേ. ഞങ്ങളുടെ അഭിഷേകത്തിന്റെ വടി നീട്ടുമ്പോൾ അത്ഭുതങ്ങൾ ഈ കാലഘട്ടത്തിൽ നടക്കുമാറാകട്ടെ. വിശ്വസിക്കും. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ മോശയേക്കാൾ ശ്രേഷ്ഠമായ വിശ്വാസത്തിന് അവകാശികളാണ്. ഞങ്ങൾ ക്രിസ്തു മക്കളാണ്. ഞങ്ങൾ മറ്റൊരു ക്രിസ്തു തന്നെയാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. മോശ കടലിന് മീതെ കൈനീട്ടി. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ചു. കടലിനെ പുറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ശക്തനദൃശ്യൻ ദൈവവുമാം
നിത്യപിതാവിനും അവിടത്തെ പൊൻസുതനേശു ക്രിസ്തുവിനും നിത്യ നമസ്തുതി ചെയ്യുക നാം. പൂർവന്മാരാം ഇസ്രായേൽ മക്കളെ വിടുവിച്ച് ഈജിപ്തിൻ അടിമത്വം വിട്ടെഴുന്നേൽക്കാൻ കഴിവോരാക്കിയ രാത്രിയുമേ, കാൽനനയാതങ്ങവരെല്ലാം ചെങ്കടൽ തരണം ചെയ്തിടാൻ കാരണമാക്കിയ രാവിതുതാ. ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. 430 സംവത്സരത്തിലെ അടിമത്വം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് തന്റെ ജനങ്ങളെ കാൽ നനയാതെ ചെങ്കടലിലൂടെ കടത്തിക്കൊണ്ടുവന്നു. കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. 14:22 അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിലുപോലെ നിന്നു. ഈജിപ്തുകാർ ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളും എല്ലാം അവരെ പിന്തുടർന്നു. കടലിന്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. കർത്താവ് യുദ്ധം ചെയ്യുന്നു. കർത്താവ് അവരെ പരിഭ്രാന്തരാക്കി. അവർക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. അവര് പറഞ്ഞു, പക്ഷെ നിവർത്തിയില്ല. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, കണ്ടോ, ഇപ്പോൾ ചെങ്കടലിന്റെ അക്കരെ കടന്നു കഴിഞ്ഞു ഇസ്രായേൽ ജനം. മോശയോട് കർത്താവ് പറഞ്ഞു, നിന്റെ കരം കടലിന് മീതെ നീട്ടുക, വെള്ളം മടങ്ങി വന്ന ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. മോശ കടലിൽ മീതെ കൈ നീട്ടി. ഇതാ വെള്ളം മതിലുകളായി നിന്ന വെള്ളം ഇതാ മടങ്ങി വന്ന് സകലരെയും നിമിഷ നേരം കൊണ്ട് വെള്ളത്തിൽ മുക്കിക്കൊന്നു. വെള്ളം മടങ്ങി വന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. മോശ കടലിന് മീതെ കൈനീട്ടി. പ്രഭാതമായപ്പോഴേക്കും കടൽ പൂർവസ്ഥിതിയിലായി. ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിന് മധ്യത്തിലേക്കാണ്. അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിൽ ആഴ്ത്തി. അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിൽ ആഴ്ത്തി. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിൽ ഇറങ്ങിയ തേരുകളും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാർ കടലിന് മീതെ
കടലിന് നടുവേ വരണ്ട ഭൂമിയിലേക്ക് നടന്നുപോയി. അവരുടെ വലതും ഇടത്തും വെള്ളം മതിൽ പോലെ നിലകൊണ്ടു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്നും രക്ഷിച്ചു. ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർ കണ്ടു. കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. ഇതാണ് സങ്കീർത്തനം അല്ലെങ്കിൽ ഗീതകം. നമുക്കതൊന്ന് പാടാം. അതാണ് ഇന്നത്തെ ഗീതക വായന. കർത്താവിന്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. കർത്താവ് യോദ്ധാവാകുന്നു, കർത്താവെന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യങ്ങളെയും അവിടുന്ന് കടലിൽ ആഴ്ത്തി. അവന്റെ ധീരരായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങി മരിച്ചു. ആഴമേറിയ ജലം അവരെ മൂടി. അഗാധതയിലേക്ക് കല്ലുപോലെ അവർ താണു. കർത്താവേ, അങ്ങയുടെ വലതു കൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലതു കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു. അനന്തമഹിമയാൽ അങ്ങ് എതിരാളികളെ തകർക്കുന്നു. കോപാത്തേച്ച് വൈക്കോൽ എന്ന പോലെ അവർ ദഹിപ്പിക്കുന്നു. അങ്ങയുടെ നിശ്വാസത്താൽ ജലം കുന്നുകൂടി, പ്രവാഹങ്ങൾ നിശ്ചലമായി. കടലിന്റെ ആഴങ്ങൾ ഉറഞ്ഞു കട്ടയായി. ശത്രു പറഞ്ഞു, ഞാൻ അവരെ പിന്തുടർന്ന് പിടികൂടും. അവരുടെ വസ്തുക്കൾ ഞാൻ കൊള്ളയടിച്ച് പങ്കുവയ്ക്കും. എന്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും. ഞാൻ വാളൂരും, എന്റെ കരം അവരെ സംവഹിക്കും. നിന്റെ കാറ്റ് നീ വീശി, കടൽ അവരെ മൂടി. ഈയക്കട്ടകൾ പോലെ അവർ ആഴിയുടെ ആഴത്തിലേക്ക് താണു. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? കർത്താവേ, വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തനുമായ പ്രവർത്തനങ്ങൾ വീതിതൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരുമായ അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? അങ്ങ് വലതു കൈ നീട്ടി, ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇത് കേട്ട് ജനങ്ങൾ ഭയന്നുറപ്പിച്ചു. ഫിലിസ്ത്യർ ആകുലരായി, ഏദോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മോവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ, കർത്താവെ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കൊണ്ടുവന്നു അങ്ങയുടെ വിശുദ്ധ മലയിൽ, അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത്, അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്ക് രാജാവായി ഭവിക്കും. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇവിടെ ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ മൂന്നാം വായനയുടെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മുൻകാലങ്ങളിലെ അങ്ങേ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഈ കാലയളവിലും മിന്നിത്തിളങ്ങുന്നതായി ഞങ്ങൾ അറിയുന്നു. അങ്ങേ വലതുകരത്തിന്റെ ശക്തിയാൽ ഫറവോയുടെ പീഡനത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു ജനതയ്ക്ക് നൽകിയത് ഇപ്പോൾ നവജന്മത്തിന്റെ ജലം വഴി ജനതകളുടെ രക്ഷയായി അങ്ങ് നിർവഹിക്കുന്നുവല്ലോ.
അങ്ങനെ സമസ്ത ലോകവും അബ്രാഹത്തിന്റെ സന്തതികളെയും ഇസ്രായേലിന്റെ മഹിമയായും രൂപാന്തരപ്പെടാൻ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി. അപ്പോൾ ഇവിടെയാണ് ഈ ചെങ്കടൽ അനുഭവം ഇന്ന് നമ്മൾ വിശുദ്ധ മാമോദീസായിലൂടെ ഓരോരുത്തരും അനുഭവിക്കുകയാണ്. ജലത്തിലൂടെ ഇസ്രായേൽക്കാർ രക്ഷിക്കപ്പെടുകയും ആ ജലത്തിലൂടെ തന്നെ ഇസ്രായേലിന്റെ ശത്രു നശിപ്പിക്കപ്പെടുകയും ചെയ്ത പോലെ നമ്മുടെ ശത്രുവായ പിശാചും നമ്മുടെ ശത്രുവായ പാപവും ജ്ഞാനസ്നാന ജലത്തിലൂടെ നശിപ്പിക്കപ്പെട്ടുകൊണ്ട് ആ ജലത്തിലൂടെ നാം എല്ലാവരും പുതുസൃഷ്ടിയായി ഉയർത്തെഴുന്നേറ്റ കർത്താവായി മാറുന്നു എന്നതാണ് രഹസ്യം. നമ്മൾ അതിൻ്റെ അടുത്ത വായനകളിലേക്ക് പ്രവേശിക്കും നാളെ. നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്തുതിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് ഏറ്റു പാടാം. അതിനാൽ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഉടനെ തന്നെ ഇംഗ്ലീഷിലേക്ക് നീങ്ങുന്നു. ഒരു അനൗൺസ്മെന്റ് എനിക്ക് തരാനുള്ളത്, നമ്മൾ അടുത്ത മാസം മെയ് മാസം 2, 3, 4 തീയതികളിൽ അമേരിക്കയിൽ ടെക്സസിൽ ഉള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു വളർച്ചാ ധ്യാനം ശുശ്രൂഷകർക്കായിട്ട് നടത്തുന്നുണ്ട്. ടെക്സസിൽ, ഡാലസിനടുത്ത് ടെക്സസിൽ വെച്ച് നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ടെക്സസ് ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. ഞാൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാം. അതെല്ലാവർക്കുമായിട്ടല്ല, ശുശ്രൂഷയിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണത്. വളരെ കുറച്ച് പേർക്ക് മാത്രമാണത്. അതുകൊണ്ട് ടെക്സസ് ഭാഗത്തുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ 0091-944-719-6033 0091-944-719-6033. സേവമുള്ളവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷ ഇത് വളരെ പ്രത്യേകമായ ഒരു ശുശ്രൂഷയായിട്ട് എനിക്ക് തോന്നുകയാണ്. ഞാനിവിടെ ഇരുന്നിട്ട് എനിക്ക് അഭിഷേകം കൊണ്ട് നിറയുകയാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കുകയും ഈ പ്രവചന ഭാഗങ്ങൾ സ്വീകരിക്കുകയും ഈ ഉയർപ്പ് തിരുനാൾ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും ഈ ആരാധന അല്ലെങ്കിൽ ആ ലിറ്റർജിയിൽ പങ്കുചേരുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നമ്മളുടെ ഇടയിൽ രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഒരുപാട് രോഗികളുണ്ട്. ഈ രോഗികളെല്ലാം അങ്ങയുടെ അത്ഭുത ശക്തിയാൽ സൗഖ്യപ്പെടുത്തണമേ. അങ്ങയുടെ അത്ഭുത ശക്തി ഓരോ രോഗികളെയും സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, Jesus. Thank you, Jesus. Shandala halbala 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 halbala. Shalbala halbala 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 halbala. Thank you, Jesus. Thank you, Mini. Thank you, Princey. എല്ലാവർക്കും നന്ദി. നമ്മൾ ഉടനെ തന്നെ ഇംഗ്ലീഷ് ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഇംഗ്ലീഷിലേക്ക് നീങ്ങും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടെക്നോളജി എല്ലാം ഭംഗിയായിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ലാതെ നടക്കും. ഗോഡ് ബ്ലെസ് യു. Bye bye, bye bye, bye bye.